ഇറാൻ US ആണവ ചർച്ചയുടെ രണ്ടാം ഘട്ടം ജനീവയിൽ പുരോഗമിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ ട്രംപ് ആകട്ടെ മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം കൂടുതലായി തന്നെ വർദ്ധിപ്പിക്കുകയാണ്. ഏകദേശം 50-ലധികം യുദ്ധവിമാനങ്ങളാണ് ഇപ്പോൾ വിന്യസിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിലാണ് ട്രംപ് ആകട്ടെ ഇത്തരം ഒരു നീക്കം അവിടെ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ വിമാനങ്ങളുടെ നീക്കം US ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി തന്നെ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. F-22, F-35, F-16 ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ തന്നെ നിരവധി വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് നീങ്ങുന്നതായി തന്നെ സ്വതന്ത്ര ട്രാക്കിംഗ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സൈനിക വിമാന നിരീക്ഷകരും ഈ ഒരു വിവരം തന്നെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ ആക്രമണങ്ങളിൽ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി തന്നെ തയ്യാറെടുക്കുന്നതിന്റെ സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കാം എന്നതാണ് നിരീക്ഷകർ ഇതിനോട് അഭിപ്രായപ്പെടുന്നത്. ഇതോടുകൂടി തന്നെ ട്രംപ് കാണുന്നത് വെറും പ്രഹസനം, അതായത് ഇവിടെ കാണിക്കുന്നത് വെറും ഒരു പ്രഹസനം മാത്രമായി മാറുകയാണ് എന്നും ഒരിക്കൽ പോലും ഇറാനെ ആക്രമിക്കാനുള്ള ചങ്കൂറ്റം ട്രംപിനില്ല എന്ന തരത്തിലുള്ള കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നതിനിടയിലാണ് വീണ്ടും ട്രംപ് ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള US-ന്റെ നാവിക വ്യോമസേനകളെ ശക്തിപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു വലിയ ചുവടുവെപ്പായി തന്നെ ഇത് കണക്കാക്കാൻ സാധിക്കുമെന്നും US ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 50-ലധികം ഫൈറ്റർ ജെറ്റുകൾ ഈ മേഖലയിലേക്ക് അവിടെ നീങ്ങിക്കഴിഞ്ഞു. US സൈനിക വിന്യാസത്തിന്റെ വ്യാപ്തിയും വേഗതയും ഇത് അടിവരയിടുന്നതാണ്. US ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തി തന്നെ സംസാരിക്കുന്നു. അമേരിക്കയുടെയും ഇറാന്റെയും ഉദ്യോഗസ്ഥർ ജനീവയിൽ രണ്ടാമത്തെ പരോക്ഷ ആണവ ചർച്ചകൾ നടന്നു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആകട്ടെ ചർച്ചകളെ ഗൗരവമേറിയതും ക്രിയാത്മകവുമാണ് എന്നതും നല്ലതാണ് എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള യോഗങ്ങളുമായി തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിൽ നല്ല പുരോഗതി ഉണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ വ്യക്തമായ വഴി ലഭിച്ചു എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവായ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അതിനർത്ഥം നമുക്ക് വേഗത്തിൽ ഒരു കരാറിലെത്താൻ കഴിയും എന്നല്ല, പക്ഷെ അതിനുള്ള വഴി ഇവിടെ തുറക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ പൊതുവായ ലക്ഷ്യങ്ങളും ബന്ധത്തെ സാങ്കേതിക പ്രശ്നങ്ങളും തിരിച്ചറിയുന്നതിൽ നല്ല പുരോഗതിയോടുകൂടി തന്നെ ചർച്ചകൾ അവസാനിച്ചു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു രീതിയിലേക്കുള്ള വിലയിരുത്തൽ പുറത്തു വരുന്നത്. അതേസമയം US വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് R. ഫോർഡും അനുബന്ധ കപ്പലുകളും കരീബിയൻ കടലിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആകട്ടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തു കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നാവികസേന ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. USS മഹാൻ, USS ബെയിൻബ്രഡ്, USS വിൽസ്റ്റർ എന്നീ 3 ഗ്രനൈഡ് മിസൈൽ ആകട്ടെ ഇവർക്കൊപ്പം തന്നെ യാത്ര തിരിച്ചതായും തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഈ വർഷം ആദ്യം തന്നെ USS എബ്രഹാം ലിങ്കണും മറ്റ് പ്രധാന US വ്യോമ നാവിക വിഭാഗങ്ങളും ഈ മേഖലയിലേക്ക് കൂടുതലായി തന്നെ വിന്യസിപ്പിക്കപ്പെട്ടിരുന്നു. അതേസമയം ചർച്ചയിൽ ജാഗ്രതയോടെയുള്ള പുരോഗതിയാണ് ഉണ്ടാകുന്നതെന്നും ഇരു വിഭാഗത്തിൽ നിന്നും ശക്തമായ സൈനിക പ്രദർശനം ഉണ്ടായിട്ടും ഇരുപക്ഷവും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. ജനീവയിലെ ചർച്ചയിൽ നിലവിൽ ഉണ്ടായിരുന്ന സ്ഥിതിഗതികൾ അതിന്റെ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നതാണ് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.